നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതായാലും നമ്മുടെ ഈ ലൂസ് ടോക്ക് സംപ്രേഷണം തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിനെ കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളൊന്നും ഞങ്ങൾ ഇപ്പോൾ നടത്തേണ്ടതില്ല. കാരണം അത് സസ്പെൻസ് ആണ്. അത് എല്ലാവരും കാത്തിരിക്കുകയാണ്. നമുക്ക് ആകെ ഒരു പേടി, എക്സിറ്റ് പോൾ കഴിയുന്ന പിന്നാലെ ഇന്ധനവില കൂടുമോ എന്നുള്ളതാണ്. അത് മാത്രമാണ് അങ്ങനെ ഒരു കിംവദന്തിയെ പലരും കെട്ടിത്തൂക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അത് നേരത്തെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്, അങ്ങനെ ഒരു പ്രസിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അല്ല, ഇതിപ്പോ പ്രത്യേക സാഹചര്യം എന്താണ്? കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ 106 രൂപ പെട്രോളിന് നിലനിന്ന് പോരുകയാണ്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ഉണ്ടാവുകയും ടാങ്കർ കപ്പലുകളിൽ എണ്ണ എത്താതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ പോലും നമ്മുടെ വില കൂടിയിട്ടില്ല. പിന്നെ പ്രീമിയം പെട്രോളിന്റെ വില മാത്രമാണ് കൂടിയത്. അതിന് മാത്രമാണ് 111 രൂപയിലേക്ക്. സാധാ പെട്രോളിന് വില കൂടിയിരുന്നില്ല. അതുപോലെ ഡീസലിനും വലിയ വില വർധനവ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത് കഴിയുന്ന പിന്നാലെ 14 മുതൽ 25 രൂപ വരെ കൂടുമെന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ആ വാർത്തയുടെ സത്യം കേന്ദ്ര സർക്കാർ ഓൾറെഡി നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വാർത്ത എടുത്ത് രാഹുൽ ഗാന്ധിയും പെരുമാറിയിട്ടുണ്ട്. ഇത് വില കൂട്ടാൻ പോകുന്നു പറഞ്ഞ്. വില കൂട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇപ്പോൾ തന്നെ ഇന്ധനം, പാചകവാതകം കിട്ടാതായപ്പോൾ തന്നെ ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം വില കൂട്ടിയ കക്ഷികളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ധനത്തിന് വില കൂടുകയാണെങ്കിൽ, വാഹനങ്ങൾ ഇത് കൊണ്ടുവരുന്നു എന്നുള്ള പേരിൽ ഡീസലിനൊക്കെ വില കൂടിയാൽ പിന്നെ എല്ലാ സാധനത്തിനും വല്ലാതെ വില കൂടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ഫലം നിർണായകമാണ്. 3 സംസ്ഥാനങ്ങളിലെ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് കേരളത്തിലെ കാര്യം തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലം അറിയാൻ വേണ്ടിയാണ്. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കോൺഗ്രസിന്റെ വെടിനിർത്തലുണ്ട്. എങ്കിൽ പോലും എക്സിറ്റ് പോൾ ഫലം വരുന്നതോടുകൂടി നാളെ തൊട്ട് വീണ്ടും വെടി പുക ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ പോലെ വരുമെന്നാണ് കരുതുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. എക്സിറ്റ് പോൾ ഫലമൊക്കെ വരട്ടെ. അതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള ഇത്തരം വിഷയങ്ങൾ ഇനി ചർച്ച നമുക്ക് എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷമാണ് നമ്മൾ ആ ചർച്ചയിലേക്ക് കടക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇന്ന് ശബരിമല വാദം നടക്കുകയാണ് സുപ്രീം കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ. എല്ലാവരും മറന്നുപോയി കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ചൂട് പിടിച്ചു വരുന്നുണ്ട്. വിശ്വാസികൾ അല്ലെങ്കിൽ ബിന്ദു അമ്മിണിയും കനകദുർഗയും എന്തിനാണ് ദർശനത്തിന് എന്നതെന്ന് ഒരു ചോദ്യം, സ്വാഭാവികമായ ചോദ്യമാണ്. വിശ്വാസികളടുത്ത് ഇത് ടൂറിസ്റ്റ് കേന്ദ്രമല്ലല്ലോ, അല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രമല്ലേ. അല്ല, അതിന് ഇന്ദിരാ ജയ്സിംഗ് അവരുടെ അഭിഭാഷക രസകരമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അവർ ഹിന്ദുവാണ്. പിന്നെ അത് കോടതി വിധി ഉണ്ടായിരുന്നു. ശബരിമലയിൽ യുവതികൾക്ക് ദർശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ദർശനത്തിൽ ചെയ്യുന്നത്. പോരായെങ്കിൽ അവർ ഹിന്ദുവുമാണ്. അപ്പോൾ ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാമെന്നും പിന്നെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ചെന്നതെന്നും പറഞ്ഞു വെച്ചതോടെ ഇപ്പൊ സുപ്രീം കോടതിയും പെട്ടുപോകുന്ന ലക്ഷണമാണ്. വിശ്വാസത്തിന്റെ നിർവചനമാണ് അവിടെ. അവിടുത്തെ ചോദ്യം. എന്താണ് വിശ്വാസം? ആരാണ് വിശ്വാസി? ബിന്ദു അമ്മിണിയെ മറ്റോ കുട്ടിക്കാലത്ത് ശബരിമല പോയിട്ടുണ്ട്, നേരത്തെ പോയിട്ടുണ്ടെന്നൊക്കെയാണ് അഭിഭാഷകൻ സുപ്രീം കോടതി പറഞ്ഞത്. അതായത് വിശ്വാസികൾ ഒരുപാടുണ്ടെന്ന് കരുതി ഭരണഘടനാപരമായ അവകാശങ്ങൾ എടുത്തു കളയാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഭരണഘടനാപരമായ പിന്നെ അവകാശങ്ങൾക്കാണോ അതോ കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിനാണോ ഈ രാജ്യത്ത് വില ഉണ്ടാവുക എന്നുള്ള ഒരു തന്ത്രപ്രധാനമായ ഒരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ സംഭവം വന്നിരിക്കുക. വിശ്വാസത്തെ എങ്ങനെ നിർവചിക്കാം? വിശ്വാസികൾ കയറണോ കയറണ്ട എന്ന് തീരുമാനിക്കുന്നത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ അതോ പിന്നെ കോടതിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. രക്ഷിക്കും എന്നാണ് ആ വിശ്വാസം. ഏതായാലും നമുക്ക് എങ്ങനെ പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അല്ല, ഇതിന് അടിസ്ഥാനമായ ഒരു സംഭവം ശരിക്കും നമ്മളത് കുറച്ച് പുറകോട്ട് ചരിത്രം പരിശോധിച്ചാൽ 2018 സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായ വിധി വരുന്നത് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാം എന്നുള്ളത്. അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ സംസ്ഥാന സർക്കാർ പോങ്ങാനിരുന്ന നായുടെ പോലെ തേങ്ങ വീണെന്ന് പറയുന്ന പോലെ സംസ്ഥാന സർക്കാർ ഉടനെ തന്നെ ഈ യുവതീ പ്രവേശനമുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പൊ സ്വയം പ്രവേശിക്കാൻ ഒരു യുവതിയും കിട്ടിയില്ല. കാരണം വിശ്വാസികളായിട്ടുള്ള യുവതികൾ ആരും ചെല്ലത്തില്ല. അവിശ്വാസികളെ ഒക്കെ സർക്കാർ സ്വാഗതം ചെയ്തു ശബരിമലയിലേക്ക്. ആരും ചെല്ലാൻ പറ്റാത്ത അവസരത്തിലാണ് അവസാനം ഇവര് വിശ്വാസം ലംഘിച്ചോണ്ട് എന്തായാലും ഈ എന്താ പറയുന്നത്, നമ്മള് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജി പോയി ഉപ്പുണ്ടാക്കിയെന്ന് പറയുന്ന പോലെ ഇവരെന്നാ ഇതുപോലെ ഒരാളെ വിശ്വാസികളെ കയറ്റാം എന്ന് കരുതി അവർ കുറെ പരിപാടികൾ അവതരിപ്പിച്ചു. മനീതി സംഘം വന്നു. പിന്നെ നമ്മുടെ BSNL ജോലി ഉണ്ടായിരുന്ന രഹന ഫാത്തിമ വരുന്നു. പിന്നെ അത് കണ്ടുകൊണ്ട് കൊല്ലത്തുനിന്ന് കിളി പോയ ഒരു ലേഡി പോയി. അങ്ങനെ പോയി. പിന്നെ കുറച്ചുപേര് എവിടുന്ന ബോംബെയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സംഘം വരുന്നു. ഇതൊന്നും നടക്കാതെ വരുന്ന സമയത്താണ് 2 പേര്, ബിന്ദു അമ്മിണിയെയും കനകദുർഗയും പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഒരു ദിവസം ശബരിമലയിൽ കയറ്റുന്നു. അവരെന്ത് ചെയ്യുന്നു? ആ ശബരിമലയിൽ യുവതികളെ കയറ്റി ആ കോടതി വിധി നടപ്പാക്കി. ഇത് നടപ്പിലാക്കിയതിന് ശേഷമാണ് സംഗതി പാളുന്നത്.
ഇതേ വിധിച്ച സുപ്രീം കോടതി തന്നെ രണ്ടാമത് ഈ കേസ് എടുത്തുകൊണ്ട് ഭരണഘടനാ ബെഞ്ചി വന്ന് ഈ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പം യു-ടേൺ അടിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ യു-ടേൺ അടിച്ചു. ദേവസ്വം ബോർഡ് ആദ്യം നിലപാട് യുവതീ പ്രവേശനം വേണ്ടെന്നായിരുന്നു പ്രയാറിന്റെ കാലത്ത്. പിന്നീട് വന്ന പത്മകുമാറിന്റെ കാലത്താണ് യുവതീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് അവര് സുപ്രീം കോടതി പിണറായി പോകുന്നതിന് മുമ്പ് തന്നെ ഇത് കൊടുക്കേണ്ടി വന്നു. അതെ, ഇപ്പൊ വേണ്ടണം എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. വേണ്ട വേണം, വേണ്ട രണ്ടും കൂടെ ചേർത്ത് വേണ്ടണം എന്നുള്ള ഒരു നിലപാടിലേക്ക് പോയിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിന്റെ പേരിൽ വലിയ ഒരു ചർച്ച തന്നെയാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. ഇപ്പം എന്താ വിശ്വാസികളുടെ വാദമാണെന്ന് തോന്നുന്നു. വിശ്വാസികളുടെ വാദം 10 ദിവസമായിട്ട് ഇത് തന്നെയാണ് നടക്കുന്നത്. ഇത് മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കുന്നു. ചരിത്രപ്രധാനമായ ഒരു വിധിക്ക് തിരുത്തൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം വിശ്വാസം എന്തെന്ന് കോടതിയാണോ അതോ വിശ്വാസിയാണോ തീരുമാനിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. എന്തായാലും അത് വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വാദമുഖങ്ങൾ കേൾക്കാം അല്ലേ? അതെ. അപ്പം അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ശബരിമല, പിണറായി വിജയനെ കുത്തുവാള എടുപ്പിച്ച ശബരിമലയിൽ ആളാകാൻ പോയി. ഒടുവിൽ ആ ശബരിമലയോട് മാപ്പ് പറയാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം വരെ സംഘടിപ്പിക്കേണ്ടി വന്നു നമ്മുടെ മുഖ്യമന്ത്രി. ഏതായാലും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ എന്തുകൊണ്ട് വളരുന്നില്ല എന്ന് ചോദിച്ചതിന് ഉത്തരം നമ്മൾ പലപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ കൂടുതൽ ഭീകരമായ പരിപാടികളാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഏതായാലും കേരളത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ കൊച്ചോസോ ചിറ്റിലപ്പള്ളിയുടെ വി ഗാർഡ് ഇൻഡസ്ട്രീസ്. അദ്ദേഹം വളരെ എളിയ നിലയിൽ തുടങ്ങി ഇന്ത്യ മുഴുവൻ ഉണ്ട്. അത് ഇന്ത്യക്ക് പുറത്തും ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിരിക്കും. വലിയ വ്യവസായ സാമ്രാജ്യമായി വളർന്ന ഒന്നാണ്. പക്ഷെ അദ്ദേഹത്തോട് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, നിരവധി കാരണങ്ങളുണ്ട്. ഏതായാലും CPM വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് കൊച്ചോസോ ചിറ്റിലപ്പള്ളിയുടെ പേര് കേൾക്കുമ്പോൾ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ ഒരു യൂണിറ്റ് പൂട്ടിക്കാൻ വേണ്ടി അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തന്നെയുള്ള ഇളമരം കരിയും അടക്കമുള്ളവർ. അതെ, ഇവിടെ പൂട്ടിച്ച് നല്ല പരിചയമുള്ള ആളെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് പോകും. അവര് രംഗത്തുണ്ട്. കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയോട് അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം അറിയാമല്ലോ. അദ്ദേഹം ഇടയ്ക്ക് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല, അതിനു മുമ്പ് ഇവരുടെ നോക്കുകൂലിക്കെതിരെ അദ്ദേഹം സ്വയം പ്രതികരിച്ചു. അദ്ദേഹം സ്വന്തമായിട്ട് ലോഡ് ഇറക്കി. ഇത്രയും വലിയ വ്യവസായിയാണെങ്കിൽ അദ്ദേഹം തലയിൽ ലോഡ് ഇറക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. അദ്ദേഹത്തെ കയറ്റാൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അന്ന്. ഇതൊന്നും കൂടാതെ ഈ സന്ദർഭത്തിലാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസ് മാർച്ചിനിടെ CPM മാർച്ചിനിടെ ഒരു വീട്ടമ്മ വന്ന് ശക്തമായി അവിടെ പ്രതികരിച്ച് ഈ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതിനെതിരെ അവർക്ക് ആ വീട്ടമ്മയ്ക്ക് 5 ലക്ഷം രൂപ അന്ന് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി അവർ സമ്മാനം പോലെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് CPM നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊച്ചൗസഫിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഇപ്പോൾ കലിയാണ്. അപ്പോൾ കേരളത്തിലെ സ്ഥാപനങ്ങൾ പലതും എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രവർത്തനം തുടങ്ങുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഈ കൊച്ചോസോ ചിറ്റിലപ്പള്ളി അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയത്. CPMന്റെ പകയെന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പകയെന്നാണ് പറയുന്നത്. പാമ്പിന്റെ പക എന്നുള്ളതൊരു കെട്ടുകഥയാണ്. എങ്കിൽ പോലും ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന പറയുന്ന ഒരു കാര്യമാണ് പാമ്പിന്റെ പക. CPMന്റെ പക എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പക പോലെയാണ് എന്ന് പറയുന്നത്. തങ്ങളെ ഉപദ്രവിച്ചാൽ, തങ്ങളുടെ കള്ളത്തരങ്ങൾക്കും അഴിമതികൾക്കും എതിരെ ഞങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യും. ഏറ്റവും വലിയ ഉദാഹരണം ആരാണ്? TP ചന്ദ്രശേഖരൻ തന്നെയാണ്. അതുപോലെ തന്നെ പാർട്ടി CPM വിട്ട എത്രയോ ആൾക്കാർക്ക് വെട്ടും കുത്തും ഇവർ സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ വ്യവസായങ്ങളെ കാലത്തേക്ക് വരുമ്പോൾ സാബു ജേക്കബിന് പോലും ഇവിടുത്തെ വ്യവസായത്തിന് ഇതിന് പകരം അദ്ദേഹത്തിന് തെലങ്കാനയിൽ പോയി തുടങ്ങേണ്ടി വന്നില്ലേ? ഇവിടെ എത്രയോ പേർക്ക് തൊഴിൽ കിട്ടുമായിരുന്ന ഒരു അവസരം ഇല്ലാതാക്കി ഇവരെല്ലാവരും അവിടെ പോയി ബിസിനസ് തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഉത്തരാഖണ്ഡ് റായ്പൂരിലെ മറ്റാണെന്ന് തോന്നുന്നു വി ഗാർഡിന്റെ സ്ഥാപനം നടക്കുന്നത്. അവിടെ ഇപ്പോൾ സമരം നടക്കുകയാണ്. ശമ്പളം പോരാ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം എന്നാണ്. പക്ഷേ ആ നാട്ടിലെ ശമ്പളം അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് മെച്ചപ്പെട്ട ശമ്പളം തന്നെയാണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ CITUക്കാർ അത് അടങ്ങുന്നില്ല. പക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സംശയമുണ്ട്, ഈ CITU അവിടെ ഉണ്ടോ എന്നുള്ളതായി. CITU എവിടെയുണ്ട്? കാരണം CITU ശക്തമായിട്ടുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബംഗാളിലും കേരളത്തിലും രാജസ്ഥാനിലും ഒക്കെയാണ്. രാജസ്ഥാനിൽ CITU പൂട്ടിയ കടകളുടെ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം പൂട്ടി ഒരുപാട് തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അത്തരം പരിപാടികളാണ് ഇവന്മാർ. മാത്രമല്ല, അത് മറ്റൊരു വിചിത്ര കാര്യം പറയുന്നുണ്ട്. ഈ രാജസ്ഥാനിലെ തൊഴിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ CPM നേതാവ്, അയാൾ തമിഴ്നാട്ടുകാരനായിരുന്നു. അയാൾ തമിഴ്നാട്ടിൽ ഈ സമരത്തിന്റെയൊക്കെ പ്രതിഫലം പറ്റിക്കൊണ്ട് വന്ന് 200 ഏക്കർ സ്ഥലം വാങ്ങി ഒരു ബോർഷയായി, അവരുടെ ഭാഷ പറഞ്ഞാൽ ബോർഷയായി ജീവിക്കുന്നു എന്നാണ്. അന്ന് ഇയാൾക്ക് വേണ്ടി പിന്നാലെ നടന്നവരും കൊടി പിടിച്ചവരും ഒക്കെ ആത്മഹത്യ ചെയ്ത് മരിച്ചും അവരൊക്കെ മണ്ണടിഞ്ഞു പോയി. അതാണ് നമുക്കറിയാം CITU എന്നുള്ള. CITU മാത്രമല്ല, CITUവിന്റെ
ഒരു ഇരട്ട സഹോദരനായിട്ടാണ് ഇവിടെ INTUC ഉള്ളത് പ്രവർത്തിക്കുന്നത്. ഈ CIT-INTUC നേതാക്കൾ തമ്മിൽ ഒരു വലിയ അന്തർധാര. അത് വലിയ തോതിലുണ്ടല്ലോ. കാരണം ആ കശുവണ്ടി ഇറക്കുമതി ഇടപാട് തോട്ടണ്ടി ഇറക്കുമതി ഇടപാടിൽ R ചന്ദ്രശേഖരൻ അന്ന് അയാൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. അയാളെയും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള KA രതീഷിനെയും ഇവർ രണ്ടുപേരും ചേർന്ന് ഇവർ രണ്ടുപേരും തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത കരാറുകാരനും ചേർന്ന് കോടികളാണ് ആ തോട്ടണ്ടി ഇറക്കുമതിയിൽ അടിച്ചുമാറ്റും. അതായത് 2015-2016 കാലഘട്ടം. അപ്പൊ ഈ തോട്ടണ്ടി ഇറക്കുമതിയിൽ ഇത് കണ്ടെത്തുന്നു, അഴിമതി കണ്ടെത്തും. ഈ അഴിമതി കണ്ടെത്തിയത് അന്ന് വിജിലൻസിൽ ഇൻസ്പെക്ടർ ആയിരുന്ന ഒരു P. ജ്യോതികുമാറാണ്, കൊല്ലത്തുകാരൻ. അദ്ദേഹം നമുക്കറിയാം കാരണവർ വധം, ചെങ്ങന്നൂർ കാരണവർ വധം. ആ കാരണവർ വധത്തിൽ ഈ പ്രതികളിലേക്ക് ചെന്നെത്തിയതും ഇതിനകത്ത് ആ ഷെറിനുള്ള പങ്കും ഷെറിൻ ഇന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നതും എല്ലാം ഞാനാണെന്ന് കാരണവർ വധം മംഗളം ദിനപത്രത്തിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അന്ന് ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹം അന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഞെട്ടിപ്പോയി. അത് പെട്ടെന്നാണ് അദ്ദേഹം ഈ പ്രതികളെ പിടിക്കുന്നത്. വളരെ സമർത്ഥനായ, വളരെ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ. അപ്പൊ അദ്ദേഹമാണ് ഈ തോട്ടണ്ടി ഇറക്കുമതിയിലെ അഴിമതി കണ്ടെത്തി. ഈ അഴിമതി കണ്ടെത്തി കഴിഞ്ഞാണ് രസം. ഈ അഴിമതി കണ്ടെത്തി അയാൾക്കെതിരെ ഈ സർക്കാർ ഓർത്തോണം, UDF-ന്റെ ഭരണകാലത്താണ് തോട്ടണ്ടി ഇറക്കുമതിയിൽ അഴിമതി നടക്കുന്നത്. മാത്രമല്ല R ചന്ദ്രശേഖരൻ സെക്രട്ടറിയുടെ മുന്നിൽ നിരാഹാരം കിടന്ന സമയത്ത് നിരാഹാരം അവസാനിച്ച നാരങ്ങ നീര് കൊടുത്തത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനായിരുന്നു. അതെ. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കണ്ടെത്തുന്നു. കണ്ടെത്തി കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നത്? ഇദ്ദേഹം ഇത് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യും. കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് അദ്ദേഹം ശുപാർശ ചെയ്യും. ഈ ശുപാർശ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഈ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ച് ഇത് CBI അന്വേഷിക്കും. CBI അന്വേഷിച്ചു പോയപ്പോൾ CBI ആധാരമാക്കി എന്താണെന്ന് അറിയാം? ഈ ജ്യോതികുമാറിന്റെ റിപ്പോർട്ടുകളാണ്. കാരണം അത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു. അതിനുള്ളിൽ അദ്ദേഹം, ഈ ജ്യോതികുമാർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഇത് മുഴുവൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ഈ കശുവണ്ടി പുറപ്പെടുന്ന സ്ഥലം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണോ വരുന്നത്, ആ വരുന്നിടത്തുനിന്ന് ഇവിടെ എത്തുന്നിടം വരെയുള്ള റൂട്ടുകൾ പിന്തുടർന്ന് ഇതിൽ ക്രമക്കേടുകൾ നടക്കുന്ന എവിടെ വെച്ചാണ്, നടുക്കടലിൽ വെച്ച് പോലും ഇതിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടെത്തി അക്കമിട്ട് തെളിവുകൾ സഹിതം അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പൂർത്തി. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ ഇത് INTC, CIT-INTUC ഇവരെല്ലാം ഒരമ്മ പറ്റ മക്കളാണ്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? എന്നിട്ട് CBI അന്വേഷിച്ചല്ലോ, CBI ഇത് മുഴുവൻ തോണ്ടിയെടുത്തു. ഈ ജ്യോതികുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ മുഴുവൻ CBI മുഖവിലേക്ക് എടുത്തു. കാരണം CBI-യിൽ ഇദ്ദേഹം ഡെപ്യൂട്ടേഷന് ജോലി, ജ്യോതികുമാർ അവരിത് എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും പ്രസക്തമായ അഴിമതികൾ, ഏറ്റവും കൃത്യമായിട്ടുള്ള പോയിന്റുകളുള്ള, തെളിവുകളുള്ള ഭാഗം മാത്രം എടുത്തുകൊണ്ട് അവർ കണ്ടെത്തിയത് ഒരു വലിയ അഴിമതിയുടെ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവർ സർക്കാരിൻ്റെ ഇതിൽ വരുന്നത് കാരണം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാർ അനുമതി. CBI സർക്കാർ അനുമതി തേടുമ്പോൾ സർക്കാർ കൊടുക്കുന്നു. അവസാനം എന്ത് പറ്റുന്നു? കോടതി പറയുന്നു സർക്കാരിനോട് അനുമതി കൊടുക്കുക. ഇപ്പൊ കോടതിയിൽ ഇവർ പൊള്ളയായ വാദമുഖങ്ങൾ ഉന്നയിക്കും. കോടതി എന്ത് ചെയ്യുന്നു? അവസാനം ഈ പൊള്ളയായ വാദമുഖങ്ങൾ ഉന്നയിച്ച അനുമതി ഇവർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഖനീഷിനോട് മെയ് 18-ാം തീയതി നേരിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഈ കേസിൽ. കാരണം അതിനകത്ത് കോടതിയിൽ സർക്കാർ കൊണ്ടുവന്ന മുഴുവൻ വാദമുഖങ്ങളെയും കോടതി തന്നെ ചോദ്യം ചോദിച്ച് പൊളിച്ചെടുക്കും. ഇത് പൊതുപ്പണമല്ലെന്നൊക്കെ ഇവർ പറയും. ഈ കമ്പനി ഇതിൽ പെട്ടതല്ല, പൊതുമേഖലാ സ്ഥാപനം അല്ലെന്ന് വരെ ഇവർ പറഞ്ഞു. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് ഈ നേതാക്കന്മാർ നിരന്തരം വീമ്പടിക്കുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ എന്ത് വന്നാലും ചന്ദ്രശേഖരനെ രക്ഷിക്കുമെന്നുള്ള ഒരു വല്ലാത്ത മനസ്സിലാണ് പിണറായി. ഞാനപ്പോൾ ഇത് അന്വേഷിച്ചു ഇതെന്താ സംഭവിച്ചത്. അപ്പോഴാണ് അറിയുന്നത് ഇത് എളമരം കരീമും ഈ ചന്ദ്രശേഖരനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ അന്തർധാരയിൽ അതിലേക്ക് പിണറായി കൂടി വന്ന് ചേരുന്നു. അങ്ങനെ ഒരു വലിയ അഴിമതി തുടങ്ങുന്ന എവിടെ നിന്നാണെന്ന് അറിയൂ? ഈ ബജറ്റ് വിഹിതം നിശ്ചയിക്കുന്ന സമയത്ത് അന്നേരത്തെ ഇവർ അഴിമതിക്ക് പ്ലാൻ ഇടുകയാണ്. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പദ്ധതിക്ക് ബജറ്റ് വിഹിതം നീക്കി വെക്കുമ്പോൾ അലോക്കേഷൻ നീക്കി വെക്കുന്നിടത്തു നിന്ന് തുടങ്ങുന്നു അഴിമതി. അവിടെയാണ് രസം. അപ്പോൾ ഏതായാലും ഈ ഉത്തരാഖണ്ഡിലെ ഫാക്ടറിയുടെ മുന്നിൽ ചെന്ന് ഇവർ സമരം ചെയ്യാണ്. നമ്മളെ നേതാക്കന്മാരെല്ലാം അവിടെ ചെന്നുകൊണ്ട് ഇതിനെ പൂട്ടിക്കാൻ വേണ്ടി അവിടെ സമരം ചെയ്യണം. ഒന്ന് ആലോചിക്കണം, നമ്മളൊരു മലയാളി സ്വന്തം അധ്വാനം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് നേടിയ ഒരു കഴിവുകൊണ്ട് അദ്ദേഹം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കേരളത്തിൽ വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്, പല സംസ്ഥാനങ്ങളിൽ എത്രയോ പേർക്ക് ഇന്ന് ഇന്ത്യയിൽ തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭമാക്കിയത് വളർത്തിയെടുത്തപ്പം ഇവിടുന്ന് വണ്ടിയിൽ കയറി അവിടെ ചെന്ന് അവിടെ പൊട്ടിക്കാൻ പോവാണ്. ഇവിടെ വെട്ടിക്കട വരെ സ്റ്റാർട്ടപ്പ് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ ഉളുപ്പില്ലാത്തവരാണ് ഈ രാജീവിനെ പോലുള്ള മന്ത്രിമാർ.
അവര് ഈ പറഞ്ഞ എന്താ 3 ലക്ഷം എങ്ങാണ്ട് വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ഒന്നാണ് അത് അവസാനം വന്നപ്പോ എന്തോ തട്ടിമുട്ടി പിന്നെ ഒരുത്തൻ സ്വന്തം കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ പെട്ടിക്കട വരെ ഇവരെ ലിസ്റ്റ് വന്നിരിക്കും. അതൊക്കെ എങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ പൂട്ടിച്ചില്ല, ഞങ്ങൾ തുറന്നു എന്ന് പറഞ്ഞത്. എവിടാണ് നിങ്ങൾ പൂട്ടിക്കാത്തത്? നിങ്ങൾ പൂട്ടിക്കാത്ത ഒരു സ്ഥലവും ഇല്ല. അല്ല, അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മളെ മാവൂർ റയോൺസ് കോഴിക്കോട്ട്. ഒരുപാടുണ്ട്. ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഇളമരം കരി മാർത്ത ജീവനക്കാരനായിരുന്നു ഒന്നാമത്തെ കാലത്ത്. അതെ, ബിർള ഇവിടെ കൊണ്ടുവന്ന് ഇതിനെല്ലാം ഗോളിയോർ റയോൺസ് തുടങ്ങാൻ വേണ്ടി സഹായം ചെയ്ത് 67 EMS മന്ത്രിസഭയായിരുന്നു. അതെ. വാളയാർ വളരെ സിമൻസ്, വാളയാർ സിമൻസിന്റെ ഒക്കെ ഇപ്പോഴത്തെ ഗതികേടാണ്. അപ്പൊ മലബാർ സിമൻസിന്റെ ഈ മാവൂരിലെ ഗോളിയോർ റയോൺസ് ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടുത്തെ ജീവനക്കാർ വാങ്ങിയിരുന്ന ശമ്പളം ഇവിടുത്തെ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനേക്കാൾ എത്രയോ വലിയ ശമ്പളമാണ് അവിടുത്തെ ചെറിയ ജീവനക്കാർ പോലും വാങ്ങിയിരുന്നത്. അതിനെ ഇവർ പൂട്ടിച്ചു. ബിർളയ്ക്കെതിരെ മുദ്രാവാക്യം വിളിയാണ്. ബിർള ഞങ്ങൾ ശരിയാക്കും, ബിർള ഞങ്ങൾ പട്ടണയ്ക്ക് ഇടുന്നൊക്കെയാണ് അന്ന് മുദ്രാവാക്യം വിളിച്ചത്. ഒരു കാര്യം, ബിർള അറബിക്കടലിൽ തുലയട്ടെ എന്നൊക്കെ പറഞ്ഞു. പതിവ് പോലെ ബിർള ഇത് അറിഞ്ഞോന്ന് തന്നെ ദൈവത്തിന് അറിയാം. എന്തായാലും ആ സ്ഥാപനത്തിന്റെ എത്രയോ കുടുംബങ്ങൾ അത് കാരണം തകർന്ന് തരപ്പെടാൻ, എത്ര പേര് ആത്മഹത്യ ചെയ്തു, എത്ര പേരുടെ ജീവിതം നശിക്കപ്പെട്ടു. പക്ഷെ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. പൂട്ടിക്കുക ഞങ്ങൾക്ക് പൂട്ടിക്കാനല്ലേ അറിയാം. ഒരു സിനിമ ഹരിശ്രീ അശോകൻ പറയുന്നത് ഞങ്ങൾക്ക് പൂട്ടിക്കാനല്ലേ അറിയാം, ഞങ്ങൾക്ക് ഇത് തുറക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വ്യവസായം, ഒരു മലയാളിയുടെ വ്യവസായമാണ് അത്. അയാൾ തെലങ്കാനയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ പിന്നെ ഛത്തീസ്ഗഡിലോ ഉത്തരാഖണ്ഡിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി അയാളൊന്ന് പച്ച പിടിച്ച് വരുമ്പോൾ ഇവിടുന്ന് മണം പിടിച്ച് ഇവരവിടെ ചെല്ലുക. രസകര കാര്യം, നമ്മൾ വിശാഖപട്ടണം സമയം കിട്ടുമ്പോൾ കന്യാകുമാരി ജില്ലയിലോട്ടൊന്ന് പോയി നോക്കിയാൽ ഈ കേരളത്തിലെ കാഷ്യൂ കമ്പനികളുടെ മുഴുവൻ കാഷ്യൂ ഫാക്ടറികൾ കന്യാകുമാരി ജില്ലയിലുണ്ട്. കാരണം എന്താണ്? ഇവിടെ സമരം ചെയ്യും, അവിടെ സമരമൊന്നുമില്ല. അവിടെ കിട്ടിയ അവരെ നന്നാ പൈസ കൊടുക്കുന്നുണ്ട്, അവിടുത്തെ തോത് വെച്ച് നോക്കുമ്പോൾ നല്ല ശമ്പളമാണ് കൊടുക്കുന്നത്. അവരത് വാങ്ങി അവർ സ്വഭാവമായിട്ട് അവർ ജോലിക്ക് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു, ജോലി ചെയ്തിട്ട് പോകുന്നു. അവിടെ വേറെ കൊടി പിടിക്കലും കമ്പനി പൂട്ടിക്കലും മുതലാളി തല്ലലും ഒന്നുമില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പോൾ എല്ലാവരും എന്തുകൊണ്ട് കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യവസായ സംരംഭങ്ങൾ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ മിക്ക ആൾക്കാരും ചെയ്യുന്ന, കേരളത്തിൽ തുടങ്ങുന്ന ഒരു കമ്പനി അവരതിനകത്ത് അവസാനം അവിടെ ഒരു ചെറിയ മുറി മാത്രമാക്കി വയ്ക്കും. എന്നിട്ട് ഇവർ മൊത്തം പരിപാടിയും കേരളത്തിന് പുറത്തേക്ക് പോവാണ്. അതാണ് സംഭവിക്കുന്നത്. സാബു ജേക്കബിനെ അവർ വിമാനം അയച്ചല്ലേ കൊണ്ടുപോയത്, പ്രത്യേക വിമാനം അയച്ചല്ലേ കൊണ്ടുപോയത് അങ്ങോട്ട്. അല്ല, ഇവർക്കൊക്കെ സാബു ജേക്കബിനെ പുച്ഛമാണ്. ഒരു ജട്ടി സാബു എന്നാ വിളിക്കുക. അയാളുടെ ജട്ടി ഇട്ടോണ്ടാണ് ഈ വിളിക്കുന്നത്, ജട്ടി സാബു എന്ന് വിളിക്കുന്നത്. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ സാബു ഉണ്ടാക്കിയ ജട്ടിയാന്ന് പറഞ്ഞ് ഇവർ ജട്ടി ഇടാതെ നടക്കില്ല. ആ ജട്ടി തന്നെ ഇട്ടോണ്ടാണ് അവര്. അല്ല, ഇത് രസകരമായ കാര്യം, ഇവരെല്ലാവരും ഈ മുതലാളി ബൂർഷ എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോഴും അവരുടെ മുന്നിൽ ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ ചെന്ന് കുരിഞ്ഞ് പൈസ വാങ്ങിക്കുന്നവരാണ് ഇവരെല്ലാവരും. എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, ഭരിക്കുന്നവരും ഭരിക്കാത്തവരും എല്ലാവരും വാങ്ങുന്ന ഇവരെ തന്നെയാണ്. പക്ഷെ അത് കഴിയുമ്പോൾ, അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവൻ ബൂർഷയായി. പെറ്റി ബൂർഷയല്ല, ബൂർഷ തന്നെ പറയാം. ബൂർഷയായി മാറി കഴിഞ്ഞിരിക്കുന്നു. പെറ്റി ബൂർഷ പിന്നെ കുറച്ചുകൂടെ ഉണ്ട്. തനി ബൂർഷയാണ് അവനെന്ന് എപ്പോഴും പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാലേ എത്രയോ പേർ ഇവർ വിചാരിച്ചവർക്ക് അങ്ങനെ ജോലി കൊടുക്കാൻ പറ്റും. ഇല്ല, സർക്കാരിൽ ഇപ്പം നേതാക്കന്മാരെ മക്കൾക്ക് ജോലി കൊടുക്കുക, അല്ലെങ്കിൽ വിദേശത്തവരെ കടത്തി വിടുമായിരിക്കും. പക്ഷെ അതല്ലാതെ സാധാരണക്കാരനായ ഒരാൾക്ക് സാമാന്യ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്കൊക്കെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഈ ഉത്തരാഖണ്ഡിലെ ഈ കമ്പനി തന്നെ കൂടുതൽ സ്ത്രീകളാണെന്ന് തോന്നുന്നു ജോലി ചെയ്യുന്നത്. അവിടെ നമ്മുടെ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ. പക്ഷേ അവിടുത്തെ ജീവനക്കാരെ ഓഫീസിൽ നിന്ന് വെളിയിറക്കി ഇവർ സമരം ചെയ്യുകയാണ്. നേതാക്കന്മാരെ അവിടെ പോയി പിന്തുണ അറിയിക്കുകയാണ്. ഈ പണ്ട് ഈ ഗോളിയോർ റയോൺസിൽ സമരം നടത്തുമ്പോൾ അന്ന് ഈ സമരത്തിന് ഈ ജീവനക്കാരെ ഇവർ അന്നത്തെ CITUകാരെല്ലാം പ്രേരിപ്പിച്ച കാര്യം, നിങ്ങൾക്ക് ഗംഭീര ശമ്പളമാണല്ലോ, നിങ്ങൾക്ക് ഇത്രയാണ് ശമ്പളമെങ്കിൽ ഈ ബിർളയ്ക്ക് ഇതുകൊണ്ട് ഇതിന്റെ എത്ര ഇരട്ടിയാക്കി ലാഭം കിട്ടുന്നത് അങ്ങനെ ചോദിച്ച് അവരെ ഇളക്കി വിട്ടു. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കേരളത്തിൽ നമ്മൾ ആലോചിച്ച് നാഷണൽ ഹൈവേ നമ്മൾ പോവുകയാണെങ്കിൽ ആലപ്പുഴ, അരൂർ ആ മേഖലയിൽ എത്രയോ കമ്പനി, അത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ എത്ര എണ്ണം പൂട്ടിക്കിടക്കും, ചേർത്തലേക്ക് എത്രയോ എണ്ണം. ഇത് ഒന്ന് തുറപ്പിക്കാനുള്ള ശ്രമം ഇവർക്ക് ആർക്കും സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവര് തള്ളോ. പിണറായി സർക്കാരിന്റെ കീഴിൽ വ്യവസായങ്ങൾ പടർന്നു പന്തലിച്ചു. എന്ത് മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പുള്ളി ചോദിച്ചു. റോഡുകളൊക്കെ ഏത് അവസ്ഥയിലാണ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ. എന്തായാലും CITU പോലെ ഒരു സംഘടന ആ മനുഷ്യന്റെ കഞ്ഞിയിൽ പാറ്റ വാരി മനുഷ്യന്റെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇടുക എന്നുള്ളത് അല്ലാതെ എന്താണ് നിങ്ങളെ കൊണ്ട് സാധിക്കും? അല്ല, മാത്രമല്ല ഇനി അടുത്ത സപ്പോസ് UDF ആണ് കേരളം ഭരിക്കാൻ പറഞ്ഞിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സമര പരമ്പരയായിരിക്കും. അന്നിനി എത്ര കമ്പനി പൂട്ടിപ്പോകുന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കും. അതെ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടിരിക്കാൻ കണ്ട് ഇവിടെ BMW ഏതോ വിദേശ കാർ കമ്പനി കേരളത്തിൽ അവർ ഫാക്ടറി തുടങ്ങാൻ വന്നപ്പം അതിൻ്റെ പ്രതിനിധികൾ നോക്കുമ്പോൾ രാവിലെ കാണുന്ന കാഴ്ചപ്പോൾ കല്ലേറും ബഹളമാണ്. ഇതാണ് ഹർത്താൽ. ഹർത്താൽ എന്താണെന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു കലാരൂപമാണ്, നമ്മുടെ കേരളത്തിൽ തനത് കലാരൂപമാണ്. ഇതാണ് പരിപാടി. അവർ അതുവഴി ഓടി തമിഴ്നാട്ടിൽ പോയി കമ്പനി തുടങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട്, സത്യമാണെന്ന് അറിഞ്ഞൂടെ. എങ്കിലും ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ശ്രീനിവാസൻ എഴുതിയ വരവേൽപ്പ് സിനിമയിൽ മുരളി എന്ന കഥാപാത്രം ഒരു തേഞ്ഞു തീരാതായ ടയറും 4 നട്ടലും പൊട്ടയും വന്ന് ബസ് മേടിച്ചപ്പോൾ മുതലാളി ബൂർഷയാണെന്ന് പറയുമ്പോൾ, നീ ശരിക്കുള്ള ബൂർഷയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. മാത്രമല്ല അതിൽ ഒരു ചോദ്യം ചോദിക്കും നേതാവിൻ്റെ അടുത്ത്, നിനക്കേത് തൊഴിൽ അറിയാം, നീ തൊഴിലാളി നേതാവാണല്ലോ, നിനക്കേത് തൊഴിൽ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്.
ഉണ്ട്. അത് പ്രസക്തമായ കാര്യമാണ്. അത് ഇപ്പോഴും പ്രസക്തമാണ്. കാരണം ശ്രീനിവാസന്റെ സിനിമകളെല്ലാം പ്രസക്തമാണ്. ഈ സന്ദേശമാണെങ്കിലും വരവേൽപ്പാണെങ്കിലും അതിലെല്ലാം സമകാലിക വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ സാമൂഹികമായും അതുപോലെ തന്നെ കലാപരമായിട്ടും എല്ലാം ഇവരെ എതിർക്കുമ്പോഴും ഇവർക്കൊന്നും നാണമെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അല്ല, അത് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കില്ല. ഈ പൂട്ടിപ്പോയ കമ്പനികളല്ലാതെ ഇവർ ഏതെങ്കിലും പേര് തുടങ്ങാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് തുടങ്ങിയാൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. തുടങ്ങിയ നേതാക്കന്മാരെ മുഴുവൻ മക്കൾക്ക് ഷെയർ കൊടുക്കണമെന്ന് പറയും. ഒരുത്തം വന്ന എല്ലാവർക്കും മക്കൾക്ക് ഷെയർ, അല്ലെങ്കിൽ മക്കൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെടും. അതല്ലെങ്കിൽ വിദേശത്തുള്ള ഇവരുടെ കമ്പനികളിൽ മക്കൾക്ക് ഉയർന്ന വില കൊടുക്കണമെന്ന് പറയും. പിന്നെ ഇവന്മാർക്ക് പടി കൊടുത്തിട്ട് നമുക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അവർ പറയുന്ന പോലെ പറ്റൂ. അപ്പോൾ എന്തായാലും പിന്നെ കൊച്ചൗസേപ്പിന്റെ കമ്പനി പൂട്ടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നു വരുന്നത്. ഇതൊക്കെ വളരെ ദയനീയമാണ്. ഇത്രയൊക്കെ കാലം പുരോഗമിച്ചിട്ട്. അല്ല, ഞാൻ ആലോചിക്കണം. അപ്പോൾ ആ സംസ്ഥാനങ്ങൾ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളും ഒക്കെ തന്നെ കരുതിയായിരിക്കും ഇത് എന്ത് വിചിത്രമായ കാര്യമാണ്. ഒരു മലയാളി എന്ന് അവിടെ ബിസിനസ് നടത്തി മര്യാദയ്ക്ക് നടത്താൻ ശ്രമിക്കുക, അയാളെ നാട്ടിൽ നിന്ന് ആൾ ഇവിടെ വന്ന് വണ്ടി കയറി വന്ന് ഇവിടെ വന്ന് ഈ കമ്പനി പൂട്ടിക്കാൻ നടക്കാന്ന് പറയുമ്പോഴേ അത് ഇതൊരു ഒരു 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 നമ്മുടെ മലയാളികളെ കുറിച്ചുള്ള ഒരു ആ ഇമ്പ്രഷൻ തന്നെ ഇല്ലാതായി പോകും. അതാണ് അതിൻ്റെ സത്യം. പല വിദേശ കമ്പനികളും ഇവിടെ തുടങ്ങാം. തമിഴ്നാട്ടിൽ എല്ലാവരും പറയും തമിഴ്നാട് ഒരുപാട് സ്ഥലമുണ്ടെന്നുള്ള ഒരു കാര്യമെങ്കിൽ പോലും എത്രയോ വിദേശ കമ്പനികൾ അവിടെ. നമ്മുടെ പ്രധാനപ്പെട്ട കാറുകളുണ്ടല്ലോ, അന്താരാഷ്ട്ര വിപണിയിലുള്ള നിസാൻ പോലെയുള്ള കാറുകൾ, അവരുടെ പ്ലാന്റുകൾ മുഴുവൻ തമിഴ്നാട്ടിലാണ്. അതിൽ മൊബൈൽ കമ്പനികളുടെ പ്ലാന്റ്, അതെ, മൊത്തം തമിഴ്നാട്ടിലാണ്. അത് കാരണം സ്റ്റാലിൻ അവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ്. നിസാന്റെ മറ്റേ ഈ ഇതിന്റെ ഒക്കെ ഉണ്ട്, BMW അടക്കമുള്ള കമ്പനികളുടെ പ്ലാന്റുകൾ ഈ തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ അവരൊക്കെ വളരെ വികസിച്ച് മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? കേരളത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ ഊറ്റി രക്തം കുടിച്ച് ഇവര് വളർന്ന് കൊന്തരിച്ച് ഈ മാത്രമല്ല ഈ ഇവരുടെ ഈ ആശയങ്ങളുണ്ടല്ലോ, ഈ ബൂർഷ്വ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ പഴയ സാധനമുണ്ട്. ഇതൊക്കെ പണ്ട് ഇതൊക്കെ ആ കാലം കഴിഞ്ഞു പോയി. അല്ല, ഇതിന് വലിയ കാലമില്ല, ഇനി വലിയ കാലമില്ല, ഇത് ഇല്ലാതാവും. അല്ല, അതൊരു വശം. എന്നാ പോലും ആലോചിച്ച് നോക്ക്, കേരളത്തില് ഈ ആന്തുള്ള സാജന്റെ കാര്യം നമുക്ക് അറിഞ്ഞു. അയാൾ പാവപ്പെട്ട മനുഷ്യ ഗൾഫ് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുവന്നിട്ട് ഒരു സ്വന്തം നാട്ടിൽ അയാൾക്കൊണെങ്കിൽ വേറെ എങ്കിലും നഗരത്തിൽ പോയി തുടങ്ങാമായിരുന്നു. സ്വന്തം നാട്ടിൽ സ്ഥാപനം തുടങ്ങാൻ പോയി അവന് തല്ല് കിട്ടുമെന്നുള്ള പേടിച്ച് പലരും നമ്മുടെ നാട്ടിൽ പോയി ബിസിനസ് തുടങ്ങാൻ മടിക്കുന്നു. ഇവരെല്ലാവരും അതേസമയം ഗുജറാത്തിലോ ഒരു തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വന്നു എന്ന് അവിടെ അറിയിച്ചാൽ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും ഉന്നത മന്ത്രികൾ ഉൾപ്പെടെ വരുന്നു, മാലിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർ കമ്പനിയുടെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. ഇവിടെ ആദ്യം അടി കൊടുക്കും അവൻ ആദ്യം, എന്നിട്ട് ബാക്കി കാര്യം ചോദിക്കുള്ളൂ. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ സംഭവത്തെ കാണണം. കാരണം ഈ അടുത്തൊരു മന്ത്രിസഭ കേരളത്തിൽ വരാനുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ളൂ. മിനിമം അവരെങ്കിലും ഇക്കാര്യം ചിന്തിക്കണം. ആര് വന്നാലും LDF എന്നിട്ട് കാര്യമില്ല, അവർ ഇതിനെങ്ങനെ ചിന്തിക്കും. UDF ആണ് വരുന്നതെങ്കിൽ ഈ സ്വന്തം തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ഒന്ന് മാറ്റി നിർത്തിയതിന് ശേഷം എന്തെങ്കിലും ഇക്കാര്യത്തിൽ നടപടിയെടുക്കുകയും കൃത്യമായി നമ്മുടെ നാട്ടിലും ഈ കമ്പനികളെ നന്നായി നടത്തിക്കൊണ്ടു പോകാനും കേരളത്തിന് പുറത്ത് നടത്തുന്ന ഈ ഇത്തരം ഇടപാടുകൾ അവിടുത്തെ സർക്കാരുമായിട്ടെങ്കിലും ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താനും ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇന്നലത്തെ ഹർത്താലിന്റെ അതും കൂടെ ചലനങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇന്നലത്തെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു ഹർത്താലായിരുന്നു. ഇതിന്റെ പേര് ഇന്നലെ തിരുവല്ലയിൽ ക്യാൻസർ രോഗി ആശുപത്രിയിൽ പോയ ആളെ തടഞ്ഞതിന്റെ പേരിൽ അജിമോൻ ചാലാക്കരി എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊപ്പം തന്നെ അന്ന് തന്നെ ഒരു പ്രസാദ് എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് കൂടി ഈ കേസിനകത്ത് ഇടപെട്ടു. അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അയാളും സഹിതമാണ് ഇവരെല്ലാം ഈ വിഷ്വലിലുള്ളവരാണ്. ഈ രോഗിയോട് ഇവരൊക്കെയാണ് അപമര്യാദ. റാന്നിയിൽ ഒരു പാവം മനുഷ്യന്റെ ചെകിടടിച്ച് പൊളിക്കുന്നതിന്റെ ലൈവ് ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അതും ഒരു ഭിന്നശേഷിക്കാരനാണ്, അയാളെ ക്രൂരമായി മർദ്ദിച്ചോളൂ. തിരുവനന്തപുരത്ത് മാത്രം ഒരു ചെറുപ്പക്കാരൻ ധൈര്യമായിട്ട് ഒരു വാച്ച് കടയിൽ നേരിടുന്നുണ്ട്. ഇത്രയും പേര് വന്ന് ഇറങ്ങി പാടാന്ന് പറയുന്നുണ്ടോ. അതുപോലെ മാന്നാറിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചാണ്. മാന്നാറിലൊരു യുവാവിന്റെ കട, അയാൾ തുടങ്ങിയ കട, എന്നിട്ട് അയാളോട് വന്ന് പൂട്ടാൻ പറയുന്നു. അയാൾ പൂട്ടാതിരിക്കുമ്പോൾ അയാളെ കട അവർ തന്നെ പൂട്ടി ടൈലും എല്ലാം തല്ലി പൊട്ടിക്കുക. തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ചാടി വീഴുന്നവരെല്ലാം കൂടെ ഈ ഷട്ടർ ഇട്ടതിന് ശേഷമാണ് അറിയുന്നത് അതൊരു CPM നേതാവിന്റെയാണ്. പിന്നെ സാറിനെയൊക്കെ അറിയാം സാർ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഷട്ടർ എടുത്തോണ്ട് പോകുന്നത് കണ്ടു. ഞങ്ങൾ ഇന്നലെ മറുനാടൻ മലയാളിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന ചാനലില് നമ്മൾ ഇന്നലെ ഈ ഹർത്താലിനെ ഫോക്കസ് ഔട്ട് എന്ന് പറഞ്ഞ ഈ ഹർത്താല് ദളിത് ഹർത്താലിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് അതിനകത്തൊരു കുറ്റബോധം തോന്നുകയാണ്. കാരണം ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും ഈ സീൻ മുഴുവൻ മാറി, സീൻ കോൺട്രയായി. അതെ. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവന്റെയും ശബ്ദം അറിയാൻ ഇത്തരം ഹർത്താലുകൾ നടക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് അത്തരം ഹർത്താലുകൾ എന്തിനെ നിങ്ങൾ ഈ ഹർത്താലിനെ അവഗണിക്കും? നിങ്ങൾ CPM-കാരനോ CITU-കാരനോ അല്ലെ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ഏതെങ്കിലും ഉന്നത ജാതരോ നടത്തുന്ന ഹർത്താലിൽ നിങ്ങൾ കടയടച്ച് വീട്ടിയിരിക്കും, നിങ്ങൾ യാത്ര മുടക്കി വീട്ടിയിരിക്കുന്ന നിങ്ങൾക്ക്
ഇതുപോലെ ദളിത് സംഘടനകൾ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, അതിനെ നിങ്ങൾക്ക് സഹകരിച്ചുകൂടാ എന്ന് നമ്മൾ ചോദിച്ചു. പക്ഷെ ആ ചോദ്യം തെറ്റായിരുന്നു എന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് തോന്നി. നമ്മൾ അന്തം വിട്ട് ഓരോ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആ നടത്തുന്ന ഈ അക്രമങ്ങൾ, ഈ ക്യാൻസർ രോഗിയോട് പോലും ഇന്നലെ ചാനൽ ചർച്ചയിൽ ഈ ഒരു സമരക്കാരൻ സമര നേതാവ് എന്ന് പറയാണ് അയാൾക്ക് തലേദിവസം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചുകൂടെയെന്ന്. എല്ലാവർക്കും ഈ നേതാവിനെ പോലെ എല്ലാവർക്കും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാനുള്ള സാമ്പത്തിക ക്യാൻസർ ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഒരു കീമോ ചെയ്യാൻ പോവാണ്, ഒരു കീമോ ചെലവ് എത്ര രൂപയാവും? അതാണ് ഒരാൾക്ക് ഒരാളൊരു ക്യാൻസർ രോഗിയാകുമെന്ന് പറഞ്ഞാൽ അയാളെ കുടുംബം നശിച്ചു പോകുന്ന രീതിയിലേക്കുള്ള ചെലവാണെന്ന് നമ്മുടെ നാട്ടിൽ. അയാളുടെ താമസം, ഭക്ഷണം എല്ലാം ഉൾപ്പെടെ. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് സംബന്ധിച്ച് തീവ്ര ദളിത് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ട്. അതുപോലെ തന്നെ ഇടത് പ്രവർത്തകർക്കിടയിൽ ചില ഇടത് ബുദ്ധിജീവികൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. പിന്നെ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള വലതുപക്ഷ ആശയക്കാർ അവരൊക്കെ രൂക്ഷമായിട്ട് ഇതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മാനുഷിക പരിഗണന വെച്ച് നോക്കുമ്പോൾ, മനുഷ്യത്വം വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ ഹർത്താലിൽ കാട്ടിക്കൂട്ടിയതെല്ലാം തനി ഗുണ്ടായുസവും തനി ക്രിമിനലിസവും. മാത്രമല്ല ഈ കൂട്ടത്തിൽ ഈ സംഘടനകളിൽപ്പെട്ട ആള് തന്നെയാണോ ഇത് വേറെ വല്ല തീവ്രവാദ സംഘടനപ്പെട്ട ഇതിൽ നുഴഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കിയത്? കാരണം കേരളത്തിൽ ഇപ്പം നിരവധി സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായി അങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം ഇവരെ ഈ മെനിഞ്ഞാന്ന് പറഞ്ഞത് വണ്ടി വാഹനം തടയില്ല, കട അടപ്പിക്കില്ല എന്നൊക്കെ. പക്ഷെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഈ സമരത്തിന്റെ രൂപം മാറുകയും ഇവർ അക്രമത്തിലേക്ക് മാറുകയും ചെയ്തപ്പോൾ സ്വാഭാവികം അങ്ങനെ ആദ്യം ചെയ്യേണ്ടത് അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കണം. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ കൊടികളാണ് ഇന്നലത്തെ സമരത്തിൽ നമ്മൾ ഉണ്ടായിരുന്നത്. ഇന്നലത്തെ സമരത്തിൽ നമ്മൾ കണ്ടത് അതാണ്. അത്തരം ചില ആൾക്കാരെ ഇതിന്റെ പിന്നണിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ സമരത്തെ അവർ ഹൈജാക്ക് ചെയ്തു. മിക്കവാറും അവർ കയറുന്നത് ഇതുപോലെ പിന്നോക്ക ദളിത് സമുദായങ്ങളുടെ സമരങ്ങൾക്കിടയിലാണ്. ഇവരെ ഞങ്ങൾ ചെങ്ങറ ഭൂസമരത്തിൽ കണ്ടിട്ടുണ്ട്, പലയിടത്തും. ഈ ഭൂസമരങ്ങളെയൊക്കെ അക്രമാസക്തമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എറണാകുളത്ത് കുടിയിറക്കലിനെതിരെ നടന്ന സമരത്തിലൊക്കെ ഇവരുണ്ടായിരുന്നു. ഇത് പണ്ട് ഒരു ഇടക്കാലത്ത് എവിടെങ്കിലും ഒരു വാഹനാപകടം നടന്നാൽ അപ്പോൾ ആ വാഹനം തീ കത്തിക്കുന്ന പരിപാടി, അതായത് മോബ് വയലൻസ് എന്നാണ്. അതായത് എന്താ, ജനക്കൂട്ട ആക്രമണം, ആൾക്കൂട്ട ആക്രമണം. അപ്പൊ അതിനുള്ളിൽ നിന്നൊരു പ്രതിയെ കണ്ടെത്താൻ പോലീസിന്, അപ്പൊ ഇവരിത് മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതായിരുന്നു. അതെ, അതിന് ഈ ദളിത് സംഘടനകൾ ഇരയായോ, അവരറിയാതെ അതിൽ ചെന്ന് കഴുത്ത് വെച്ച് കൊടുത്തതാണോ? അത് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഒരു ബസ്സും ഒരു സ്കൂട്ടറും കൂടെ കൂട്ടിയിടിക്കും. ഈ മരിച്ചു പോയ ഒരു യുവാവ് ഈ സ്കൂട്ടർ ഇടിച്ച് മരിച്ചു. അവന്റെ ബന്ധുക്കൾ അവിടോട്ട് വന്നു ചേരുമ്പോഴത്തേക്ക് അവരെ ഇവര് ഇഞ്ചക്ട് ചെയ്യാണ്, പിരികേറ്റുകയാണ്. അവരിലേക്ക് ഈ വിഷം കുത്തിവെക്കുകയാണ്. അപ്പോഴത്തേക്ക് അവര് പെട്ടെന്ന് അക്രമാസക്തരാകുന്ന സമയം നോക്കി ഇവർ ബസ്സിന് തീ വെക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് ഇടക്കാലത്ത് കേരളത്തിൽ കുറഞ്ഞു വരികയായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഗറില്ല വാർഫെയർ എന്ന് പോലെ ഇതിനകത്ത് ചിലർ നുഴഞ്ഞു കയറി, ഇത്തരക്കാർ ചിലർ ഇവിടെ നുഴഞ്ഞു കയറി. അവരാണ് ഈ സംഭവം ഇന്നലത്തെ ഹർത്താൽ ഇത്രയും കുഴപ്പമാക്കിയത്. എന്തായാലും ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ബാക്കിയുള്ളവരെ എല്ലാം ഹൈക്കോടതി കണ്ണുരുട്ടിയ കാരണം DGP കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇനി മേലാൽ ഇവന്മാർ ഇങ്ങനെ ഒരു ഹർത്താൽ നടത്താൻ പാടില്ല. ഹർത്താൽ നടത്തരുത് നമ്മൾ പറയില്ല, ഇത്തരം ഒരു ഹർത്താൽ ഇനി ഇവിടെ ഉണ്ടാകില്ല. അത് അവരെന്നല്ല, ദളിത് സംഘടനകളെന്നല്ല, ഒരാളുടെയും ഹർത്താൽ. ഇപ്പൊ നമുക്കറിയാം, ഭരണം മാറുന്നതിന് മുന്നേ ഇവിടെ ഹർത്താലുകളുടെ നീണ്ട നിരയായിരിക്കും. ഇപ്പൊ ദളിത് ഹർത്താലിന് വേണ്ടി ചന്ദ്രകാസ് വിളക്കി വന്ന ഇടതുപക്ഷക്കാര് അടുത്ത ദിവസം അവർ ഈ അക്രമ ഹർത്താലുമായിട്ട് രംഗത്തിറങ്ങുകയും ചെയ്യും. അന്നും നമ്മൾ ഇതുപോലെ നേരിടണം. ഇന്ന് ഈ വ്യാപാരികളൊക്കെ എന്ത് ചെയ്യണം? സധൈര്യം വെല്ലുവിളിച്ച് ഇവരെ നേരിടും. അതാണ് നമുക്ക് കാണുന്നത്. എന്തായാലും ഇന്നത്തെ വിഷയങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അല്ല, നമുക്കിനിയിപ്പം എക്സിറ്റ് പോൾ വരും. നാളെ നമുക്ക് എന്താകും എക്സിറ്റ് പോൾ ഉണ്ടാവുക എന്ന് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.